ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടെക് വ്ലോഗ്. ഇന്ന് മേക്കിംഗ് ക്രാഫ്റ്റ് പരിപാടികളൊന്നുമില്ല. കയ്യിനൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പിൽ പറയുന്നത്. ആദ്യത്തെ സെറ്റപ്പ് ഭയങ്കര ദയനീയമാണ്. അതുകൊണ്ട് ഇന്നൊരു എഡിറ്റിംഗ് വീഡിയോസാണ്. വേഗം വീട്ടിലിട്ട് കിടക്കും. ഓക്കെ, എന്നവിടെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ബാറോ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ഒരു ട്രെയിലർ, ഒരു 3D എഫക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതൊരു സിനിമാറ്റിക് ബാർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സിനിമാറ്റിക് ബാർ ഉപയോഗിച്ച് ഒരു 3D എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു നോട്ട് വീഡിയോ എന്നൊരു ആപ്പ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അത് പെയ്ഡാണ്. അതിൻ്റെ ബ്രോ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ അത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ബ്രോ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്കത് വെർത്താണെന്ന് തോന്നിയാൽ മാത്രം പർച്ചേസ് ചെയ്യാം. ഓക്കെ, അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ ലഭിക്കും. ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും. പ്ലസ് ന്യൂ ഓപ്ഷൻ നിൽക്കിയാൽ പ്രൊജക്റ്റ് പാനൽ ഓപ്പൺ ആക്കും. പ്രൊജക്റ്റ് സെറ്റിംഗ്സിൽ റേഷ്യോ സെലക്ട് ചെയ്യാം, FPS സെലക്ട് ചെയ്യാം, പ്രിവ്യൂ റെസൊല്യൂഷനും സെലക്ട് ചെയ്യാം. റെഡ് പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പിൽ റെഡ് പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, മീഡിയ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇമേജ് 2 ഓപ്ഷൻ ലഭിക്കും. ഗാലറി ഓപ്പൺ ആക്കും. ഇമേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇമേജ് സെലക്ട് ചെയ്യുക, ട്രാൻസ്ഫോർമൽ ബ്ലോസ് ഐക്കൺ സെലക്ട് ചെയ്യുക. ഇമേജ് 3Dയിലോട്ട് കൺവേർട്ട് ആക്കും. ഗ്രൂപ്പിൽ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഷോപ്പിൽ ന്യൂ ഷോപ്പ് സെലക്ട് ചെയ്യുക. ആദ്യം ഇമ്പോർട്ട് ചെയ്ത ഇമേജ് ഡിസേബിൾ ചെയ്യുന്നുണ്ട്. വീണ്ടും ഷോപ്പ് സെലക്ട് ചെയ്യുക, ഷോപ്പ് ന്യൂവിൽ റെക്ടാങ്കിൾ സെലക്ട് ചെയ്യുക. ടൈപ്പിൽ മൂന്നാമത്തെ ഓപ്ഷനും സെലക്ട് ചെയ്യുക. ട്രാൻസ്ഫോർമൽ ബോക്സ് ഐക്കൺ സെലക്ട് ചെയ്ത് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇമേജിൽ ഐഡോ ഒഴിവാക്കുന്നുണ്ട്. വീണ്ടും ഷോപ്പ് സെലക്ട് ചെയ്ത് ഷോപ്പിൽ കാണുന്ന വാല്യൂ ഉപയോഗിച്ച് ഒരു ഫ്രെയിമിൻ്റെ ലുക്കിലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കളർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കളർ ഗ്രേഡും കൂടി ചെയ്യുന്നുണ്ട്. വീണ്ടും ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ട്രാൻസ്ഫോമിൽ ബോക്സ് ഐക്കൺ സെലക്ട് ചെയ്ത് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. റൊട്ടേഷനിലെ രണ്ടാമത്തെ ഓപ്ഷനിൽ വാല്യൂ ചേഞ്ച് ആകുമ്പോൾ ഇമേജും റെക്ടാങ്കിൾ ഷേപ്പും ഡിസ്റ്റൻസ് ഉണ്ട്. സ്കെയിലിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ 0 വാല്യൂ ആക്കുമ്പോൾ ഡിസ്റ്റൻസ് ഒഴിവാക്കും. വീണ്ടും ഷോപ്പ് സെലക്ട് ചെയ്ത് വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് പൊസിഷനിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് സൂം ചെയ്യുന്നുണ്ട്. വീണ്ടും പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് ഷോപ്പിൽ ന്യൂ ഷോപ്പ് സെലക്ട് ചെയ്ത് റെക്ടാങ്കിൾ സെലക്ട് ചെയ്യുക. ടൈപ്പിൽ മൂന്നാമത്തെ ഓപ്ഷനും സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് ഒന്ന് ഡിസേബിൾ ചെയ്യുന്നുണ്ട്. വീണ്ടും ഷോപ്പ് സെലക്ട് ചെയ്ത് ട്രാൻസ്ഫോമിൽ ബോക്സ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഷോപ്പിലെ വാല്യൂ ഉപയോഗിച്ച് സിനിമാറ്റിക് ബാർ രൂപത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കളർ ഓപ്ഷൻ ഉപയോഗിച്ച് കളർ ഗ്രേഡും ചെയ്യുന്നുണ്ട്. ഇനി ഹൈഡ് ചെയ്ത ഗ്രൂപ്പിന്റെ ഹൈഡ് ഒഴിവാക്കുമ്പോൾ ഈ ഒരു സിനിമാറ്റിക് ബാറിന്റെ ഉള്ളിലായിട്ടായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത്, അതായത് ഈ ഒരു ഇമേജ്. ഇനി ഈ ഒരു ഇമേജ് മാത്രമല്ല, കുറച്ചധികം ഇമേജ് ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഓക്കെ, ആദ്യം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിലൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്തു. അതിലൊരു റെക്ടാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ആദ്യം ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ വീണ്ടും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താണ് ബാക്കിയുള്ള ഇമേജ് ചെയ്തിട്ടുള്ളത്. ആദ്യം ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിന് കീഫ്രെയിം കൊടുക്കുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് മൂവ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ട്രാൻസ്ഫോമിൽ കീഫ്രെയിം ഉപയോഗിച്ച് മൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനും ചെയ്യാം. ആദ്യം ഇമ്പോർട്ട് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്ത് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റിൽ 3D സെലക്ട് ചെയ്ത് ഫ്രാക്ചർ സെലക്ട് ചെയ്യുക. ഫ്രാക്ചറിലെ വാല്യൂ ഉപയോഗിച്ച് കീഫ്രെയിം അപ്ലൈ ചെയ്ത് ഒരു പൊട്ടുന്നൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു കീഫ്രെയിം അപ്ലൈ ചെയ്തു, അതിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വീണ്ടും ഗ്യാപ്പ് ഇട്ട് വീണ്ടും ഒരു കീഫ്രെയിം അപ്ലൈ ചെയ്തു, അതിൽ ചേഞ്ച് ചെയ്ത വാല്യൂസ് 0 വാല്യൂസ് ആക്കുന്നുണ്ട്. ട്രാൻസ്ഫോമിലെ വാല്യൂ ഉപയോഗിച്ച് കീഫ്രെയിം അപ്ലൈ ചെയ്ത് സൂമിങ്ങും ചെയ്യുന്നുണ്ട്. ആദ്യം ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ആദ്യം ഇമ്പോർട്ട് ചെയ്ത ഇമേജ് ലോങ് പ്രസ് ചെയ്ത് ഗ്രൂപ്പിലെ ഫസ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് ഇടുന്നുണ്ട്. ഇനി ആദ്യം ഇമ്പോർട്ട് ചെയ്ത ഈ സിനിമാറ്റിക് ബാർ സെലക്ട് ചെയ്ത് 3 ലൈന് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിലൊരു ലെയർ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം ഒരു ഇമേജിന് പൊട്ടുന്നൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുത്തു. ആ പൊട്ടി തുടങ്ങുന്നത് എവിടെ നിന്നാണോ അവിടെ നിന്ന് ബാക്കിയുള്ളതാണ് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ കട്ട് ചെയ്യുന്നില്ല, അത് വീഡിയോ മുഴുവനായിട്ട് ഉണ്ടാക്കും. അത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഗ്രൂപ്പിലെ ഇമേജിന്റെ പുറകിലോട്ട് ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്. ഇനി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് ഒക്കെ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.